മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പ്രയാസം ഉള്ള ഒന്നായിരുന്നു ഒരു നടി ആക്രമിക്കപ്പെടുക എന്നത്. അതാകട്ടെ ഏതെങ്കിലും വിജനമായ ഇടത്തായിരുന്നില്ല, ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നില്ല, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ ഒരു നഗരഹൃദയത്തിൽ ആണ് ഈ സ്ത്രീ അപമാനിക്കപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്കമാലി അത്താണിക്ക് സമീപം യുവനടിയുടെ കാർ തടഞ്ഞു നിർത്തി അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ തരത്തിൽ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തു. എന്തായിരുന്നു ആ ദിവസം സംഭവിച്ചത്? നോക്കാം നമുക്ക് വിശദമായി. 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേയാണ് നടി ആക്രമിക്കപ്പെട്ടത്. അന്ന് രാത്രി 7 മണിക്കായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. പൾസർ സുനി, മണി, മാർട്ടിൻ, സലീം, പ്രദീപ്, വിജേഷ് എന്നിവരാണ് പദ്ധതി നടപ്പാക്കാൻ കൊട്ടേഷൻ എടുത്തവർ. രാത്രി 9 മണിക്കാണ് നടിയുടെ കാർ അങ്കമാലിയിൽ കാത്തിരുന്ന സംഘത്തെ കടന്നുപോയത്. ഇതറിയിച്ച് പൾസർ സുനിയുടെ ഫോണിൽ മാർട്ടിന്റെ മെസ്സേജ് എത്തി. അതായിരുന്നു സിഗ്നൽ. പൾസർ സുനി ടെമ്പോ സ്റ്റാർട്ട് ചെയ്തതും മണി ഉൾപ്പെടെ 4 പേരും അതിൽ കയറി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സുനി ആ ടെമ്പോ നടിയുടെ കാറിൽ ഇടിപ്പിച്ചു. പുറത്തിറങ്ങിയ മണി കാർ ഡ്രൈവറായ മാർട്ടിനോട് ക്ഷമ പറഞ്ഞു. കാറിലുള്ള മാഡത്തിനോട് പറയി എന്നാണ് മാർട്ടിൻ മണിയോട് പറഞ്ഞത്. പൾസർ സുനിക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു ഡ്രൈവർ വിജേഷ് ആയിരുന്നു. അയാൾ പെട്ടെന്ന് കാറിന്റെ പിൻസീറ്റിൽ ചാടിക്കയറി. മണിയോടും കയറാൻ പറഞ്ഞു. നടിയുടെ 2 വശത്തുമായി മണിയും വിജേഷും ഇരുന്നു. കാർ ഓടിക്കുന്നത് മാർട്ടിനും. അവർ 4 പേരുമാണ് കാറിലുണ്ടായിരുന്നത്. ആക്സിഡന്റ് ഉണ്ടായതിന്റെ ദേഷ്യത്തിൽ മാർട്ടിനോട് സംസാരിക്കാൻ വേണ്ടി ഇവർ കാറിൽ കയറി എന്നാണ് നടി ആദ്യം കരുതിയത്. പക്ഷേ അവർ ബലം പ്രയോഗിച്ച് നടിയെ പിടിച്ചു. കാറിനെ പിന്തുടരുന്ന ടെമ്പോയിലായിരുന്നു പൾസർ സുനിയും മറ്റു 2 പേരും. മാർട്ടിൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മണിയും വിജേഷും നടിയുടെ അരികിലായി. എന്താണ് സംഭവിക്കുന്നതെന്ന് നടിക്ക് അപ്പോൾ മനസ്സിലായിരുന്നില്ല. കാർ വഴിമാറി സഞ്ചരിക്കുമ്പോൾ നടി ചോദിച്ചു, കാർ പ്രൊഡക്ഷൻ ഹൗസിലേക്കല്ലല്ലോ പോകുന്നത്? ആരും മറുപടി പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 വണ്ടികളും നിന്നു. നടിയൊഴികെ എല്ലാവരും ദാഹം മാറ്റാൻ വെള്ളം കുടിച്ചു. സീറ്റ് മാറിയിരുന്നു. മാർട്ടിനും വിജേഷും ടെമ്പോയിൽ കയറി. മണി നടിയുടെ കാറിന്റെ ഡ്രൈവറായി. പൾസർ സുനി പിൻസീറ്റിൽ നടിയുടെ അടുത്തിരുന്നു. കാറിലപ്പോൾ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണിയും പൾസർ സുനിയും നടിയും. കുറച്ചു നേരത്തേക്ക് എല്ലാവരും നിശബ്ദരായി. കൊച്ചിയിലെ തിരക്കേറിയ ദേശീയപാതയിലാണ് 2 വാഹനങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പൾസർ സുനി മുഖം മറച്ചിരുന്നു. അയാളുടെ കണ്ണുകൾ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. മണിയും സുനിയും കാറിൽ കയറിയപ്പോൾ നടി സുനിയെ തിരിച്ചറിഞ്ഞു. 1 മാസം മുൻപ് ഗോവയിൽ ഷൂട്ടിംഗ് നടന്നപ്പോൾ സുനിയായിരുന്നു നടിയുടെ ഡ്രൈവർ. അങ്ങനെയാണ് സുനിയെ തിരിച്ചറിഞ്ഞതെന്നാണ് നടി പിന്നീട് പോലീസിനോട് പറഞ്ഞത്. ഇനിയിപ്പോൾ താൻ മുഖം മറക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് പൾസർ സുനി മാസ്ക് മാറ്റി. നിങ്ങളെ ഫോളോ ചെയ്ത് വന്നത് തന്നെയാണെന്നും ഇതൊരു കൊട്ടേഷനാണെന്നും സുനി നടിയോട് പറഞ്ഞു. ആരുടെ കൊട്ടേഷനാണെന്ന് നടി ചോദിച്ചു. സുനി അതിന് മറുപടി നൽകിയില്ല. പകരം പറഞ്ഞത് നടിയുടെ ഒരു ഫോട്ടോ എടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രം. നഗ്ന ശരീരത്തിന്മേൽ എൻഗേജ്മെന്റ് റിംഗ് കാണുന്ന രീതിയിൽ ഒരു ഫോട്ടോ. ഗൂഢാലോചന നടത്തിയയാൾക്ക് ആക്രമിക്കപ്പെട്ടത് നടി തന്നെയാണെന്ന് തെളിവായി കൊടുക്കാനായിരുന്നു ഫോട്ടോ. വീട്ടിലെത്തിയാൽ ഫോട്ടോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നടി ശ്രമിച്ചെന്ന് പ്രതികൾ പിന്നീട് പറഞ്ഞു. നിങ്ങൾ അത്ര ബുദ്ധിമുട്ടണമെന്നില്ല, ഞങ്ങൾ തന്നെ ഫോട്ടോ എടുത്തോളാമെന്നായിരുന്നു സുനിയുടെ മറുപടി. വിട്ടയക്കാൻ വേണ്ടി അപേക്ഷിച്ചപ്പോൾ സുനി അക്ഷമനായി. ബഹളമുണ്ടാക്കിയാൽ ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകും, അവിടെ കുറേ ആണുങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, കൂട്ടമായി ബലാത്സംഗം ചെയ്യുമെന്നായിരുന്നു ഭീഷണി. അതോടെ നടി മരവിച്ച പോലെയായി. സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലും സഹിക്കുക, സുരക്ഷിതമായി എത്രയും പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ഒരേ ഒരു വഴി മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് നടി പിന്നീട് പോലീസിനോട് പറഞ്ഞത്. നടി സുനിയോട് ചോദ്യങ്ങൾ ചോദിച്ചതോടെ സുനി ബഹളം വെച്ചു, ഭീഷണിപ്പെടുത്തി. അയാൾ നടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. 8 വീഡിയോകളിലായി അത് റെക്കോർഡ് ചെയ്തു. കൊട്ടേഷൻ അനുസരിച്ച് ബലാത്സംഗം നടത്തിയ ശേഷം പൾസർ സുനി കാറിൽ നിന്ന് ഇറങ്ങി.
മണിയും ഇറങ്ങി. മാർട്ടിൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക്. അവിടെ നിന്ന് നടിയുമായി കാർ നീങ്ങി. ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് നടിയെ മാർട്ടിൻ ഇറക്കിയത്. സംവിധായകനും നടനുമായ ലാലിന്റെ പടമുകളിലെ വീട്ടിലേക്ക് രാത്രി 10:30 നടി ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടിക്കയറി. അക്രമികൾ ഇറങ്ങിപ്പോയ ഉടൻ നടി ലാലിനെ ഫോണിൽ വിവരമറിയിച്ചിരുന്നു. നടിയെ വീടിനകത്തെത്തിച്ച ലാൽ പോലീസിനെയും അടുത്ത സുഹൃത്തുക്കളെയും വിവരമറിയിച്ചു. 11 മണിയോടെ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എം ബിനോയ് ലാലിന്റെ വീട്ടിലെത്തി. 11:30 പി ടി തോമസ് MLA യും എത്തിയതോടെ നടപടികൾ സജീവമായി. MLA യുടെ ഫോണിൽ നിന്ന് IG-യെ വിളിച്ച് നടിക്ക് ഫോൺ കൊടുത്തു. കാറിനകത്ത് നടന്ന സംഭവം IG-യോട് നടി വിശദീകരിച്ചു. രാത്രി 12:30 ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ലാലിന്റെ വീട്ടിലെത്തി. കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ മാർട്ടിൻ നടന്ന സംഭവങ്ങൾ എന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ പോലീസിനോടും MLA-യോടും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. MLA അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ മാറ്റി നിർത്തി ഡ്രൈവർ പറയുന്ന കാര്യങ്ങളിലെ പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നും പോകാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടു. ഡ്രൈവറെ ഉടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെ 2 മണിയോടെ സ്ഥലത്തെത്തിയ സയന്റിഫിക് വിദഗ്ധർ കാർ വിശദമായി പരിശോധിച്ചു. ഇതിനിടെ അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി P രാജീവും സ്ഥലത്തെത്തി. പുലർച്ചെ 4-ന് പോലീസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി നടിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. അടുത്ത ദിവസം കേരളം ഉറക്കമുണർന്നത് അന്നുവരെ കേൾക്കാത്ത കൊട്ടേഷൻ ബലാത്സംഗത്തിന്റെ നടുക്കുന്ന വാർത്ത കേട്ടാണ്. രാത്രി ഒരു നടിയെ അവർ യാത്ര ചെയ്തിരുന്ന കാറിൽ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ബാക്ക് സീറ്റിൽ വെച്ച് കൊട്ടേഷൻ വാങ്ങി കുറച്ചുപേർ ലൈംഗികമായി പീഡിപ്പിച്ച നടുക്കുന്ന കുറ്റകൃത്യത്തിന്റെ വാർത്ത. യെസ്, MG രേണുകയുടെ ഈ എക്സ്പ്ലെയിനറിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു കൊട്ടേഷൻ ബലാത്സംഗം എന്നത്. അതും സിനിമാ മേഖലയിൽ നിന്ന് അതിപ്രശസ്തിയായ ഒരു താരത്തിന് മേലെ. 2017 ഫെബ്രുവരി 17 എന്ന ദിനം പ്രിയ പ്രേക്ഷകരെ ആ യുവനടി മാത്രമല്ല മറക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്മയും സഹോദരിയും പെൺമക്കളും ഭാര്യയുമുള്ള ഏതൊരു മലയാളിയും മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമാണിത്. പൾസർ സുനി അത് വെറുക്കപ്പെട്ട പേരായി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയാളികൾക്കറിയാവുന്ന പേര് പൾസർ സുനി എന്ന് തന്നെയാണ്. ശരിക്കും എന്താണ് ഈ പൾസർ സുനിക്ക് സിനിമാ മേഖലയുമായുള്ള ബന്ധം? ദിലീപുമായി എങ്ങനെയാണ് പൾസർ സുനിക്ക് ബന്ധമുണ്ടായത്? കേട്ടാൽ അറയ്ക്കുന്ന ഈ ബലാത്സംഗ കൊട്ടേഷന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ് പൾസർ സുനിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചത്? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം പുറത്തു വന്നതോടെയാണ് പൾസർ സുനി എന്ന പേരുകൾ നമ്മൾ കേട്ടു തുടങ്ങിയത്. ആരാണ് പൾസർ സുനി? എന്താണ് പൾസർ സുനിയുടെ പശ്ചാത്തലം? അശ്വതി പിള്ള പറയും.